Hi friends, welcome back to my channel. I am Roshni. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കട്ട് വീഡിയോ ആണ്. എന്നോട് കുറച്ച് പേര് ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യമേ പറയുന്നു, ഞാൻ എല്ലാവരെയും മുടി വെട്ടാൻ പ്രോത്സാഹിപ്പിക്കില്ല. അത്രയ്ക്ക് നിർബന്ധമുള്ളവർ മാത്രം, എന്നെപ്പോലുള്ളവരാണെങ്കിൽ, ഞാൻ കൂടെ മുടി വെട്ടുന്ന ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് വേണ്ടി മാത്രം ഈ ഹെയർ കട്ട് വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. മുടിയൊക്കെ ഓൾറെഡി വെട്ടിക്കഴിഞ്ഞു. ഞാൻ ഇൻട്രോ പിന്നീട് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇത് എന്ത് കട്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഇത് ലെയർ ആണോ, സ്റ്റെപ്പാണോ, DPU ആണോ, എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്കിത് കണ്ടിട്ട് വിളിക്കാം. കുറച്ചും കൂടി സ്റ്റെപ്പ് എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ചെറിയ ഹെയർ കട്ട് മെത്തേഡാണ്. ഞാൻ ഈർക്കിലും സിസേഴ്സും വെച്ചിട്ടാണ് ഈ ഹെയർ കട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമ്മൾ നമ്മുടെ ഹെയർ നന്നായി കോംബ് ചെയ്തതിന് ശേഷം നേർക്ക് വകച്ചിലെടുത്തിട്ട് കംപ്ലീറ്റ് ഹെയറിനെ രണ്ടായി ടൈ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത്, ഒരു ഭാഗത്തെ മുടി എടുത്തിട്ട് എഗെയിൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ടൈ ചെയ്തു. ഇപ്പോൾ ടോട്ടൽ നമ്മൾ നമ്മുടെ ഹെയറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ടിലെ രണ്ട് സൈഡിലെയും ഫ്രണ്ടിലെ ഹെയർ ജസ്റ്റ് ഒന്ന് പൊക്കി കെട്ടി വയ്ക്കുകയാണ്. അത് തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബാക്കിലെ ഹെയറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ബാക്കിലെ ഹെയർ നമ്മൾ അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതാ കണ്ടില്ലേ, ഇപ്പം ഇതുപോലെ 4 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി ഞാനിവിടെ ഒരു ഈർക്കിലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ബാക്ക് പോർഷനിലെ ഹെയർ എത്രയും ലെങ്ത്ത് വേണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് സ്കെയിലിൽ ഒന്ന് മെഷർ ചെയ്തെടുക്കുക. ഞാൻ 2 ഈർക്കിലി എടുക്കുന്നുണ്ട്. കുറച്ച് സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഞാൻ ഇനി ഈ ഈർക്കിലി എൻ്റെ നെറ്റിയിൽ ഒട്ടിച്ച് വയ്ക്കുകയാണ്. കാരണം ആരുടെയും സഹായമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഹെയർ കട്ട് ചെയ്യാനുള്ളൊരു എളുപ്പ വഴിയാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്കിലെ പോർഷനിലെ ഹെയർ എത്ര ലെങ്ത്ത് വേണമെന്ന് ആദ്യം നിങ്ങൾ മെഷർ ചെയ്യുക. ഞാൻ എൻ്റെ 28 സെൻറ്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹെയറിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ രണ്ട് സൈഡിൽ നിന്നും 28 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഹെയർ കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് 2 പോർഷൻ കൂടി എടുത്തു. എന്നിട്ട് ഞാൻ ഈർക്കിലയിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഒടിച്ചു കളഞ്ഞു. അപ്പോൾ ഇനിയുള്ള പോർഷൻ ഞാൻ കട്ട് ചെയ്യുന്നത് 26 സെൻറ്റിമീറ്റർ ആണ്. ഇനിയുള്ള 2 പോർഷനും നമ്മൾ 26 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്ക് പോർഷൻ നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ബാക്കിലെ പോർഷൻ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപ് ഞാൻ ഫ്രണ്ട് പോർഷൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. നിങ്ങളുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് 4ഓ 5ഓ ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനപ്പോൾ 2 പോർഷനും ഫ്രണ്ടിൽ 3 വീതം ഡിവൈഡ് ചെയ്തു. വീണ്ടും ഞാൻ ഈർക്കിലിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളയാണ്. ഇപ്പം ഞാൻ 24 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ടാണ് എൻ്റെ തേർഡ് പോർഷൻ കട്ട് ചെയ്യുന്നത്.
നമ്മൾ ഒരു സൈഡിൽ ചെയ്യുന്ന അതേ സെൻറ്റിമീറ്ററിൽ തന്നെ നെക്സ്റ്റ് സൈഡിലും കട്ട് ചെയ്യണം. ഇനി 22 സെൻറ്റിമീറ്ററിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ എത്ര ലെങ്ത്തുള്ള ഹെയർ ആണെങ്കിൽ കൂടിയും ആദ്യം നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ വെച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ലാസ്റ്റ് ഹെയർ കട്ട് ചെയ്യാൻ ഞാൻ 3 സെൻറ്റിമീറ്റർ ഈർക്കിൽ ഒടിച്ച് കളയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഫ്രിഞ്ചസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി 3 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററോ കയറ്റിയിട്ട് നിങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ നേർക്ക് വകച്ചിലെടുത്തിട്ട് മുടി വെട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡ് ഹെയർ സ്റ്റൈലും ഓക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഹെയർ ടൈ ചെയ്യാം. നേർക്ക് വകച്ചിലെടുത്തുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇഷ്ടപ്പെട്ടോ എന്നൊന്നും അറിയില്ല. ഞാൻ ഒരുപാട് മെത്തേഡിൽ മുടി വെട്ടി നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ